രാവിലെ ജിമ്മിൽ നിൽക്കുമ്പോൾ ഹാക്കിങ്ങിന് ആങ്കർ ലീയുടെ കോൾ വരും. അവൾ മാറി നിന്നിട്ടാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് CCTV ഫൂട്ടേജസ് ഒന്ന് കാണാനായിട്ട് പറ്റുമോ എന്ന് ആങ്കർ ലീ ചോദിക്കുമ്പോഴത്തേക്കിനും അതിന്റെ ആവശ്യമുണ്ടോ, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഹാക്കിങ് ചോദിക്കും. പക്ഷേ ഒന്ന് നോക്കി ഉറപ്പിക്കുന്നത് നല്ലതല്ലേ എന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ ചൂളിന്റെ അടുത്ത് അത് അയച്ചു തരാനായിട്ട് പറയാമെന്ന് പറയും. ചൂള് വന്നിട്ട് ഹാദിന്റെ വീട്ടിലേക്ക് കയറാനായിട്ട് മെയിൻ ഡോറിന്റെ അവിടേക്ക് ചെന്ന് വെറുതെ ഇങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു CCTV ഇരിക്കുന്നത് കാണും. അവൻ അതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് മുതലാണ് ഇതിവിടെ ഉണ്ടായിരുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ആയിട്ടാണ് അവൻ അകത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് വിഷ്വൽസ് ഒക്കെ നോക്കുമ്പോൾ അവൻ അവിടേക്ക് വരുന്ന ഫുട്ടേജും ഉണ്ട്. അതാ ഇങ്ങനെ നോക്കി ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാണ് അവന് ഹാക്കിങ്ങിന്റെ കോള് വരുന്നത്. ഞാൻ അയക്കാനായിട്ട് തുടങ്ങുമായിരുന്നു, പക്ഷേ സെറ്റിംഗ്സ് ഒക്കെ മാറി കിടക്കുകയാണ്, അതുകൊണ്ട് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എന്ന് ഇവൻ ഹാക്കിങ്ങിന്റെ അടുത്ത് പറയും. അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്തിട്ട് ആ ഫുട്ടേജ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയും. എന്തെങ്കിലും പുതിയ ന്യൂസ് കിട്ടിയിട്ടുണ്ടോ, അതുകൊണ്ടാണോ റിപ്പോർട്ടർ ജോയുടെ കൂടെ 2-3 ദിവസമായിട്ട് കാര്യമായിട്ട് എന്താണ്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടല്ലോ എന്നൊക്കെ ഡയറക്ടർ ഇവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൻ എന്താണെന്ന് വിട്ടു പറയുന്നില്ല. അന്നേരമാണ് ഹാദിനും ഹാക്കിങ്ങും മിസ് പാർക്കും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ജംഗുണ്ണെ കാണുമ്പോൾ തന്നെ മിസ് പാർക്ക് ഓടി ചെന്നിട്ട് നല്ല പരിചയത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇത് ആരാണെന്നുള്ള രീതിയിൽ മിസ് ജോയ് നോക്കുന്നുണ്ട്. ഹാദിൻ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കും. അവിടുത്തെ ഡയറക്ടർ ആണെന്ന് കേൾക്കുന്നുണ്ടേ മിസ് പാർക്ക് മിസ് ജോയുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ജംഗുണ്ടെ അമ്മയെ പോലെയാണല്ലേ എന്നാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ബോസ് ആണെന്നേ ഉള്ളൂ, എനിക്കധികം പ്രായമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് മിസ് ജോയ് ഹാദിനോട് താങ്ക്സ് ഒക്കെ പറയും. ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതിന് താങ്ക്സ് ഉണ്ട്. ഡോക്യുമെന്ററിയിലൊക്കെ ഇൻവോൾവ് ആകാമെന്ന് പറഞ്ഞല്ലോ, ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. അപ്പം ഞാൻ ഇങ്ങനെ പുതിയൊരു ഡ്രാമ ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, നാളെ വന്നോട്ടേയും ചോദിക്കും. നാളെ ഫ്രീ ആണല്ലോ, വന്നോളൂ, കുഴപ്പമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. അവിടുന്ന് തിരിച്ചു പോകാൻ നേരത്ത് ചൂട് കാറിൽ കയറുന്നതിന് മുമ്പ് അവനൊരു കോള് വരും. പക്ഷേ അവനത് അറ്റൻഡ് ചെയ്യത്തില്ല. ഇവർ കാറിൽ കയറുന്നുണ്ട്, ഹാദിന് കോള് വരും. നോക്കുന്നുണ്ട് അത് ഡയറക്ടർ ജി ആണ്. അറ്റൻഡ് ചെയ്യണമെന്ന് ഹാക്വിൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ഡയറക്ടർ ജിയെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അയാളുടെ ആദ്യത്തെ സിനിമയായിരുന്നു, അതുകൊണ്ട് തന്നെ അവരുടെ സിനിമയുടെ ഒരുപാട് ഫോട്ടോസും പോസ്റ്റേഴ്സും ഒക്കെ അവിടെ ഉണ്ട്. ഹാദിന്റെ ഒരു വലിയ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അവൾക്ക് ഇഷ്ടപ്പെടും. അവൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് ഡയറക്ടർ ജി അവിടേക്ക് വരുന്നത്. ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിത് തരാമോ എന്ന് ചോദിക്കും. എൻ്റെ റൂമിലായിരുന്നെങ്കിൽ കൂടുതൽ ചേർന്നേനെന്ന് പറയുമ്പോൾ ഇല്ല, ഇത് ഇവിടെയാണ് കൂടുതൽ ചേർച്ച, പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചത് എൻ്റെ അടുത്ത ഡ്രാമയുടെ സ്റ്റോറി ഞാൻ എഴുതി കഴിഞ്ഞു, അത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എൻ്റെ ക്ലൈമാക്സ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ തിരുത്തി എഴുതിയിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ സിനിമയിലും ഇയാൾ തന്നെ ആയിരിക്കും നായികയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ആ വാക്ക് പാലിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ വരാൻ പറഞ്ഞതെന്നൊക്കെ പറയും. അപ്പം എനിക്ക് റൈറ്റർ ഹാങ്ങിന്റെ പുതിയ ഡ്രാമയിലേക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഇവൾ പറയും. അത് ഇവന് ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്തില്ലല്ലോ, ഇതൊന്ന് വായിച്ച് നോക്ക്, വായിച്ചു കഴിയുമ്പോഴത്തേന് എന്തായാലും ഇഷ്ടപ്പെടും, ഇതിൽ തന്നെ അഭിനയിക്കാനായിട്ട് തീരുമാനിക്കും എന്നൊക്കെ പറയും. ഒരുപാട് വർഷത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു റൈറ്റർ ഹാങ്ങിന്റെ ഡ്രാമയിൽ അഭിനയിക്കുക എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളത് വായിക്കാനായിട്ട് നിൽക്കത്തില്ല. അപ്പോഴത്തേക്കും ഇവൻ ദേഷ്യം വരും. ഇവനെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഇയാളോട് വായിച്ചു നോക്കാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ഹാക്കിങ് കോഫിയും വാങ്ങിച്ചുകൊണ്ട് അവിടേക്ക് വരും. അത് കണ്ടുകൊണ്ട് ഇവൻ കൈയൊക്കെ അങ്ങ് വിട്ട് സാധാരണ പോലെ ഇരിക്കും. അയ്യോ ഞാൻ പെട്ടെന്ന് ഫ്ലസ്റ്റേർഡ് ആയിപ്പോയി, ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറയും. ഇവനാണെങ്കിൽ റിജക്ഷൻ പറ്റത്തില്ല, അതാണ് അവന്റെ പ്രശ്നം. ഹാക്കിങ്ങിന് കാര്യം മനസ്സിലാവും, ഹാക്കിന്റെ മുഖം കാണുമ്പോൾ തന്നെ പ്രശ്നമായിരുന്നു എന്ന് മനസ്സിലാവും. കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേനും കുഴപ്പമൊന്നും എന്ന് ഹാദിൻ പറയും. ഞാൻ സംസാരിച്ചോളാം, നീ നോ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CEO കൊണ്ട് പറയിക്കാം, ഏജൻസി റെഫ്യൂസ് ചെയ്തു എന്നുള്ള രീതിക്ക് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിച്ചിട്ടാണ് ഹാക്കിങ് കൊണ്ടുപോകുന്നത്. ഇവരിറങ്ങി കഴിയുന്നതുകൊണ്ട് തന്നെ ആ ഫയൽ എടുത്ത് അവളുടെ ഫോട്ടോയിലേക്ക് എറിഞ്ഞാണ് ഡയറക്ടർ ജി ദേഷ്യം തീർക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഹാദിനും ഹാക്കിങ്ങും കൂടി ചാനലിലേക്ക് വരും. അവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടർ ജോയ് ആണ്. അന്നേരം അവിടേക്ക് ആങ്കർ ലീ വരും. ഇവരെ ഹെൽപ്പ് ചെയ്യുവാണ്, കൂടെ വരുന്നോ ചോദിക്കുമ്പോൾ വേണ്ട, നീ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെ ഇവരെ കൊണ്ട് എല്ലായിടത്തും പോയി കാണിച്ചു കൊടുക്കും. ആങ്കർ ലീ എപ്പോഴാണ് വരുന്നത്, പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ റിപ്പോർട്ടർ ജോയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഹാദിൻ. അവൾ അതിനുശേഷം അവൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്താണ് ചെയ്യുന്നതെന്ന്. ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുവാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അവൻ ചോദിക്കും എന്താണ് ചെയ്യുന്നതെന്ന്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കാൻ വന്നാണെന്ന് പറയുമ്പോഴത്തേക്കും അതെന്നോടൊന്ന് ചോദിച്ചാൽ പോരെ, ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല, ഇയാൾ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് അവളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. എല്ലാ ന്യൂസും നമ്മൾ വായിക്കാറില്ല, ആവശ്യമുള്ളത് മാത്രമേ പറയാറുള്ളൂ, രാത്രിയിലത്തെ ന്യൂസ് ആയതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് നോക്കിയിട്ടാണ് പറയാറെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറയും. ഇതെല്ലാം അവൾ എഴുതിയെടുക്കുന്നുണ്ട്. ഹാദിൻ ഇത് നല്ല സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പം ആങ്കർ ലീക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഇൻട്രസ്റ്റ് വരും. ലാസ്റ്റ്
ന്യൂസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് അന്നേരം ഇവരൊരു സൗണ്ട് കേൾക്കും. നോക്കുന്നുണ്ടെ അത് മിസ്റ്റർ കിം ആയിരുന്നു. അയാള് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവരത് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു, എത്ര നേരമായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു, ഞാനിവിടെ ഉണ്ടെന്ന് ശ്രദ്ധിക്കാനൊന്നും നിങ്ങൾക്ക് സമയമില്ലല്ലോ, നിങ്ങൾ ഇപ്പം ഓഫീസിലും ഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ അർത്ഥം വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഹാദിനുണ്ടെ അയാളെ തിരുത്തും. വിചാരിക്കുന്ന കൂട്ടൊന്നുമല്ല, ഞാനിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ആ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ആയിക്കോട്ടെ, എന്നാലും ഓഫീസിൽ വന്നിട്ട് ഡേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇത് അതിന്റെ മറവിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് പഠിക്കാനായിട്ട് വരുന്നു എന്ന് പറയുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ന്യൂസിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ് അവന്റെ ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇവളാണെങ്കിൽ തിരിഞ്ഞിട്ട് ആംഗലേറ്റ് ചോദിക്കും, അയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. അയാളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കും അറിയത്തില്ല എന്നാണ് ഇവൻ പറയുന്നത്. അപ്പൊ ഇവള് രഹസ്യമായിട്ട് എന്തോ ഡയറിയിൽ എഴുതും. എന്താ എഴുതിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് അറിയണ്ടെന്ന് പറയും. ഓവറോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വരണ്ടല്ലോ എന്ന് ഹാദിൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ നാളെയും വരാൻ പോവാണെന്ന് ഹാദിൻ പറയും. ഇവരന്നേരം കഫേയിലേക്ക് വന്നേക്കുമായിരുന്നു. അന്നേരം ആരോ ഫോൺ ചെയ്തുകൊണ്ട് അവിടേക്ക് വരും. ഹാദിൻ നോക്കുന്നുടനെ അത് മിസ്റ്റർ കിം ആണ്. ആരോടോ അയാൾ ഫോണിൽ സംസാരിക്കുന്നത്. ആങ്കർ ലീയെ കൊണ്ടൊരു രക്ഷയില്ല, വീട് പോലെയാണ് ഓഫീസ് എന്നാണ് അവന്റെ വിചാരം, ഗേൾ ഫ്രണ്ടിനെ കൊണ്ടിന്ന് വന്നേക്കുന്നു എന്നൊക്കെ ഉള്ള രീതിക്ക് ഇങ്ങനെ സംസാരിക്കും, അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നത് ഹാദിന് ദേഷ്യം വരും. അന്നേരം ഹാക്കിങ്ങിന് ഒരു ഫോൺ വരും. അതുകൊണ്ട് തന്നെ ആ അവസരം മുതലാക്കിയിട്ട് ഞാനൊന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടുന്ന് പോകും. ജംഗുണിനെ കാണാനായിട്ട് അവന്റെ അമ്മ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് വരും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ ജംഗുണിന്റെ അമ്മ നോക്കുമ്പോഴത്തേക്കിനും മിസ്റ്റർ കിം വരുന്നത് കാണും. ടീം ലീഡർ അല്ലേ ആ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഹാദിൻ പുറകിൽ നിന്ന് വന്ന് ഇയാളുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കും. ഇയാളിങ്ങനെ ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ഇത് കണ്ടിട്ട് അമ്മ ചിരിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചു എന്റെ മാനേജറാണെന്ന്. പുറകുന്ന കണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ തല ഒരുപോലെ ഇരിക്കും. സോറി സാർ, വേദന എടുത്തോ എന്നൊക്കെ ചോദിച്ചു ഇവളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കിനും എന്നാലും മാനേജർ ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അബദ്ധം പറ്റിയതാണ്, അയ്യോ സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ അവിടുന്ന് പറഞ്ഞു വിടും. എന്നിട്ട് ഇയാൾ പോയി കഴിയുമ്പോഴത്തേക്കിനും ഇവള് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിക്ക് ചിരിക്കും. ഇവൾ എന്നിട്ട് തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുന്നതന്നെയാണ് ജംഗൂണിന്റെ അമ്മയും കൂടി കാണുന്നത്. അമ്മ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും. ഫ്രീ ആണോ, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്, ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിക്കും. ആങ്കർ ലീ നോക്കുന്നതന്നെ അമ്മയും ഹാദിനും നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് വരികയാണ് റെസ്റ്റ് റൂമിൽ നിന്ന്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു, കംഫർട്ടബിൾ ആണെന്ന് അവന് മനസ്സിലാവും. വന്നിരിക്കുന്ന തന്നെ അമ്മ എന്നോട് പറയുന്നത്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഹാദിൻ എന്നോട് പറഞ്ഞു മനഃപൂർവ്വം നിങ്ങളുടെ ടീം ലീഡർക്ക് ഇട്ട് ഒരെണ്ണം കൊടുത്താണെന്ന്. അത്രയ്ക്കും ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനമായിരുന്നു അയാളുടേത്, നീ അയാളെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാളാണല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 2 ദിവസം അയാളുടെ കൂടെ നിന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിക്ക് ഇവൻ പറയും. അപ്പം അമ്മ തിരിഞ്ഞിട്ട് ഹാദിൻ്റെ അടുത്ത് പറയും, ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇയാൾ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിക്ക് സംസാരിക്കും. അന്നേരം അവൾക്കൊരു കോള് വരും, അത് ഹാക്കിങ്ങിന്റെ ആണ്. അത് എടുക്കാനായിട്ട് അവൾ പോകും. അന്നേരം ഇത്രയും സന്തോഷമായിട്ട് അമ്മയെ കണ്ടിട്ട് കുറെ നാളായെന്ന് ആങ്കർ ലീ പറയും. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു, ചുറ്റുമുള്ളവരിൽ സന്തോഷം കൊടുക്കാനായിട്ട് ആ കുട്ടിക്ക് പറ്റുന്നുണ്ട്, അവളുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നു എന്നൊക്കെ അമ്മ അവനോട് പറയും. നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീറ്റ് ചെയ്യണം എന്നും പറയുമ്പോഴത്തേക്കിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇവൻ ചോദിക്കും. എന്നോട് കള്ളം പറയരുതെന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ എല്ലാം പറയാം, ഇപ്പോഴല്ല കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് അമ്മ പറയും. അതുകൊണ്ട് തന്നെ അവൻ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല. അവിടുന്ന് തിരിച്ചു പോരുന്നുണ്ടെ നമുക്ക് ഇനി ഇതുപോലെ മീറ്റ് ചെയ്യാമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ പിന്നെന്താ, അടുത്ത പ്രാവശ്യം എന്റെ ട്രീറ്റ് ആണെന്ന് ഹാദിൻ പറയും. എന്നിട്ട് അമ്മ അവളെ വിളിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് പോകും. ജംഗൂണിനെ കൊണ്ടാണ് ഇവരെ ഫോട്ടോ എടുപ്പിക്കുന്നത്. അതുകൊണ്ടുകൊണ്ട് അവിടുന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് നിങ്ങളുടെ 3 പേരെയും കൂടെ ഇരുത്തി ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തു കൊടുക്കും. പിന്നെ കാണിക്കുന്നത് പ്രിന്റ് എടുത്ത ഈ ഫോട്ടോയും നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ ഒരു ഹോസ്പിറ്റൽ റൂമിൽ ഇരിക്കുന്നതാണ്. ഒരു നേഴ്സ് അവിടേക്ക് വന്നിട്ട് പറയും, ഇനി ഇന്ന് കാണിച്ച കൂട്ട് കാണിക്കരുത്, പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങോട്ടേക്കും പോകരുത് സർജറി കഴിയുന്നത് വരെ. ആദ്യമായിട്ടാണ് കീമോതെറാപ്പി കഴിഞ്ഞിട്ട് സർജറിക്ക് സമ്മതിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത്. ഇത് സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പിന്നെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. ആ പെൺകുട്ടി പോയി കഴിയുമ്പോഴും അമ്മ ആ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്ന് വൈകിട്ട് രണ്ടുപേരെയും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെയും ഇതേ സമയത്താണ് വരണ്ടതെന്ന് ചൂട് ചോദിക്കും. നാളെ നീ ഓഫ് എടുത്തോളൂ, വരണ്ട, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ എന്ന് ഹാക്കിങ് പറയും. ഇവര് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കിനും വാതിലിന്റെ അടുത്തുള്ള CCTV-യിലേക്ക് ചൂട് നോക്കുന്നുണ്ട്. ഹാദിന് അവളുടെ ഡയറി കാണാനില്ല. അത് നോക്കിക്കൊണ്ട് സ്റ്റുഡിയോയിൽ എല്ലായിടത്തും നടക്കുകയാണ്. റെഡി ആയിക്കൊണ്ടിരുന്ന ആങ്കർ ലീ നോക്കുന്നുണ്ട് അവന്റെ ടേബിളിന്റെ താഴെ എന്തോ കിടക്കുന്നു. നോക്കുമ്പോൾ അത് ഹാദിന്റെ ഡയറിയാണ്. അവൻ അതെടുത്ത് വായിച്ചു നോക്കും. അപ്പം അവനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. നേരത്തെ വരും, എല്ലാവരെക്കാട്ടിലും ലേറ്റ് ആയിട്ടാണ് പോകുന്നത്, ഏറ്റവും ലാസ്റ്റ് പോകുന്നത് ഹാജൂൺ ആണ്, അവൻ എപ്പോഴും ഒരേ പേനയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ അങ്ങനെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അതിൽ നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ മിസ്റ്റർ കിമ്മിനെ പറ്റി എഴുതിയിരുന്നത് ആങ്കർ ലീക്ക് അയാളുടെ സംസാരം കേൾക്കുമ്പോൾ ഒരു അടി വെച്ച് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ പറ്റാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്നാണ്.
സ്റ്റുഡിയോയിലേക്ക് മൈക്കൊക്കെ റെഡി ആയെന്ന് നോക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഹാദിൻ അവിടെ ഇങ്ങനെ എന്തോ നോക്കി നടക്കുന്നത് ഇവൻ കാണും. എന്റെ കൂടെ വരാനായിട്ട് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയി ഡയറി കൊടുക്കും. ഞാൻ ഇത് അവിടെ എല്ലാം നോക്കുമായിരുന്നു, ഇവിടെ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളത് വാങ്ങിക്കുമ്പോഴത്തേക്കും അവന്റെ മുഖം കാണുമ്പോൾ അത് വായിച്ചു എന്ന് മനസ്സിലാവും. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം എന്ന് തോന്നി. ബാക്കി ആരെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇയാളെ പറ്റി എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് വേറെ അർത്ഥമൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇവൻ അന്നേരം ആലോചിക്കുന്നത് ചെയ്യൂൺ പറഞ്ഞ കാര്യമാണ്, നിന്റെ കണ്ടീഷനെ പറ്റി അറിയാം, അതിനെപ്പറ്റി ഹാദിൻ ചോദിച്ചു എന്നുള്ളത്. അപ്പൊ ഇവൻ പറയും എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ഓർമ്മയായ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇയാൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, ഇത്രയും ഹാർഡായിട്ട് ട്രൈ ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ലാതെ ഞാൻ വേറെ ഒന്നും തെറ്റിദ്ധരിക്കുന്നില്ല. ഈ സിറ്റുവേഷൻ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇയാൾ അതിനെപ്പറ്റി ആലോചിച്ച് ആ രീതിക്ക് എൻ്റെ അടുത്ത് പെരുമാറരുതെന്ന് പറയും. അവൻ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും പാർക്കിംഗ് ലോട്ടിൽ ഹാദിൻ നിൽക്കുന്നത് കാണും. അപ്പൊ അവളുടെ കാറ് വന്നിട്ടില്ല എന്ന് അവന് മനസ്സിലാവും. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹാക്കിങ്ങിന് പെട്ടെന്നൊരു മീറ്റിംഗ് വന്നു, ചൂളിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വരാൻ പറ്റത്തില്ല എന്ന് എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കയറി കൂടി, ഞാൻ കൊണ്ടുവിടാമെന്ന് അവൻ പറയുമ്പോൾ അത് വേണ്ട, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം, ഞാൻ ടാക്സി വിളിച്ച് പൊക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഈ രാത്രിയിൽ ഇനിയിപ്പോൾ ശരിയാവുമോ, ഇയാളെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യത്തില്ലേ, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടു. ചൂൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറയാതെ വരാതിരിക്കാറുണ്ടോ, ആള് പങ്ക്ച്വൽ അല്ലേ എന്ന് ജംഹൂൺ ഹാദിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല, ആള് നല്ല മെറ്റിക്കുലസ് ആണ്, ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ, അത് വളരെ റെയർ ആയിട്ടേ സംഭവിക്കാറുള്ളൂ എന്ന് പറയും. എന്നിട്ട് അവളൊരു ബുക്ക് കാണിച്ചു കൊടുക്കും. ജംഹൂണിന്റെ അമ്മയുടെ ബുക്കാണ്. അമ്മ ഒരു പോയട്രി ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് വാങ്ങിച്ചു, എനിക്ക് പോയട്രി പറ്റി അധികമൊന്നും അറിയത്തില്ല, പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും ജംഹൂൺ ചോദിക്കുന്നത് ഇത് ഒരുപാട് കാലം മുമ്പുള്ളതാണല്ലോ, എങ്ങനെ ഇതിനെപ്പറ്റി അറിഞ്ഞു എന്നാണ്. അമ്മയെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ അമ്മയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അമ്മ ഇനി കാണുമ്പോൾ ഞാൻ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ പറയാം അവള്. ഹാദിനെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവന്റെ അച്ഛനെ അവിടെ കാണും. അങ്ങനെ ജംഹൂൺ അച്ഛനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവന്റെ മുഖം മാറിയിട്ട് ഇവൻ വീണ്ടും ഇറങ്ങി വിളിക്കും. അപ്പൊ എന്താ പറ്റിയെന്ന് ഇവള് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവനൊന്നും പറയുന്നില്ല. അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്യാതെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അപ്പുറത്തൊരു ഫ്യൂണറൽ ഹോൾ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. ജംഹൂൺ അച്ഛന്റെ പുറകെ പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മ മരിച്ചിട്ടുണ്ടാവും, അമ്മയുടെ ഫ്യൂണറൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജംഹൂൺ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കും. പുറകെ വരുന്ന ഹാജിനും ഇത് കണ്ട് ഷോക്ക്ഡ് ആവും.